രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷമാണ് ഇങ്ങനൊരു അഭിമുഖം വന്നതെങ്കിലൊക്കെ അത് വീണ്ടും വലിയ ചോദ്യമാണ്. ഹൈക്കമാൻഡ് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണോ, ഒന്നും ചെയ്യാൻ പറ്റാത്തതാണോ, ഇവിടെ നിന്ന് പ്രഷർ പോകുമ്പോൾ ഹൈക്കമാൻഡ് മിണ്ടാതെ നിൽക്കുന്നതാണോ? അതിൽ എങ്ങനെയാണ് താങ്കൾ കണക്കാക്കുന്നത്? ഹൈക്കമാൻഡ് മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പോലും വലിയ ചോദ്യചിഹ്നമായിരിക്കും. ഇല്ല, അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഇന്ന് വല്ലാത്ത ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്. അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അവർക്ക് ഇവിടെ ഇനി ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ഈ ഒരു സംസ്ഥാനത്തിനെ, അവിടെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധിയെ അവർക്ക് നേരായ രീതി കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം ശശി തരൂരിൻ്റെ പ്രഷറിന് വഴങ്ങുക എന്നുള്ളത് മാത്രമാണ്. ഒരു സംശയവും വേണ്ടാതെ CPM അവിടെ ഇരുന്ന് മറ്റേതെങ്കിലും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നാളെ ഇങ്ങനെ അവരിങ്ങനെ ഈ ചെറിയനൊക്കെ ഇരിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനം അവർക്കുണ്ടാകാൻ പോകുന്നില്ല. ശശി തരൂർ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ശശി തരൂർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും. ശശി തരൂരായിരിക്കും അടുത്ത തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതുപോലെ ശശി തരൂർ വളരെ പ്ലാൻഡായിട്ടാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒന്ന് കേൾക്കുമ്പോൾ അത് വളരെ കൃത്യമാണെന്ന് തോന്നൂലേ? അതായത് നല്ല കാര്യം ചെയ്യുന്നത് ആരാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരി എന്ന ആ ഒരു രീതിയിൽ, ആ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഒരു വലിയ സ്വീകാര്യത, പബ്ലിക്കായിട്ടുള്ളൊരു സ്വീകാര്യതയാണ് ഉണ്ടാക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു കേവല രാഷ്ട്രീയത്തിന് മുകളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിൻ്റെ നയിക്കേണ്ടത് എന്ന ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കാനുള്ള വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. നല്ല കാര്യം ചെയ്യും, അത് ആരാണ് അതിനെ എതിർക്കുക? നല്ല കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരിയായി അതിനെ അഭിനന്ദിക്കണ്ടേ, അംഗീകരിക്കണ്ടേ എന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഉണ്ടോയെന്ന് അറിയില്ല. എങ്കിലും കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹം. MP ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വരുമ്പോൾ ഇദ്ദേഹം ഒരു കേവല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഇങ്ങനെയുള്ള വ്യക്തികളാണ് കേരളത്തിനെ നയിക്കേണ്ടത് എന്ന് പൊതുസമൂഹത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒറ്റ കാര്യമാണ്, താങ്കൾ നേരത്തെ പറയാം, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് തരൂർ എന്ന് പറയുമ്പോഴും സമുദായ സംഘടനകളുടെ പിന്തുണ, ലീഗ് അടക്കമുള്ളവരുടെയൊക്കെ ഒരു പിന്തുണ ഒക്കെ ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾക്കുണ്ട്. അദ്ദേഹം ഏത് പ്രായോഗിക രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഇതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ പിന്തുണ ഉള്ള ആൾക്ക് കൂടുതൽ മാർക്ക് എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് അവിടെ ഉണ്ട്. CPM